രാജിങ്ഷി കൊട്ടാരത്തിൽ നിന്ന് തിരികെ പോകുന്ന വഴിക്ക് സുയികെ അവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ശത്രുക്കളായതുകൊണ്ട് ആ ഒരു രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. കൂട്ടത്തിൽ ഇക്ഷ്യാവോ അവൻ്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന് ഷാജിങ്ഷി അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു കോൺക്യൂബിൻ്റെ പേര് ഇക്ഷ്യാവോ എന്നാണ്. അവളെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. എന്തായാലും അവളെ ആർക്കൊപ്പവും പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് സുയികെ അവനോട് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ഫെയ് തൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഇപ്പോൾ പക്ഷേ അവൻ്റെ 3 എല്ലുകൾ ഒടിച്ച് തിരിച്ചയച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് സുയികെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇഷ്യാവോയ്ക്ക് ആ സിറ്റി ഗേറ്റിന് മുകളിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണം ഇതുവരെ ബോധം വീണിട്ടില്ല. ഷുയേയിങ് അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നു. അവളുടെ കണ്ടീഷൻ ഇപ്പോൾ നോർമലാണോ എന്നൊക്കെ ഷുയേയിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ അന്വേഷിക്കുന്നു. ജ്യൂഷുവിൽ നിന്നുള്ളവരെ കണ്ടപ്പോൾ തനിക്ക് അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഫീൽ ചെയ്തതിനെ പറ്റി ഇക്ഷ്യാവോ അവളോട് പറയുന്നുണ്ട്. നിങ്ഫെയ് അവളെ കാണാനെത്തിയതും സുയികെ അവൻ്റെ എല്ലുകൾ അടിച്ചൊടിച്ച് തിരിച്ചയച്ചതുമൊക്കെ ഷുയേയിങ് അവളോടും പറയുന്നു. നിങ്ഫെയ് തൻ്റെ ഫ്രണ്ടാണോ എനിമിയാണോ എന്നൊന്നും ഇക്ഷ്യാവോയ്ക്ക് ഇപ്പോൾ അറിയില്ല. പക്ഷേ ആ ഓർമ്മകളിൽ നിങ്ഫെയുടെ പേര് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ഫെയെ ട്രീറ്റ് ചെയ്യാൻ അവൾ ഷുയേയിങ്ങിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷുയേയിങ് ഷാജിങ്ഷിയൊക്കെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോയി നിങ്ഫെയെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ എല്ലുകളൊക്കെ ഒടിഞ്ഞിരിക്കുന്നതിനാൽ അടുത്ത 3-4 ദിവസത്തേക്ക് അനങ്ങാതെ ഒരിടത്ത് ഇരിക്കണം എന്നൊക്കെ ഷുയേയിങ് അവനോട് പറയുന്നു. അവന് പക്ഷെ തനിക്ക് പറ്റിയൊന്നും അത്ര കാര്യമായിരുന്നില്ല. ഇക്ഷ്യാവോയെ പറ്റി അറിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ അവൾ നേരിട്ട് അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വന്നതിന് ഷാജിങ്ഷി അവൾക്ക് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇക്ഷ്യാവോയെ പറ്റിയും അന്വേഷിക്കുന്നു. ഇക്ഷ്യാവോ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വന്നതെന്ന് ഷുയേയിങ് പറയുന്നുണ്ട്. പിന്നെ അവൾക്ക് അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട വിവരവും ഇടത് കൈക്ക് സ്വാധീനം നഷ്ടപ്പെട്ട വിവരവും ഒക്കെ അവൾ പറയുന്നു. പിന്നെ ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമോ അവളെ അപകടപ്പെടുത്തിയത് എന്നുള്ള സംശയം ഷുയേയിങ്ങിനുമുണ്ട്. അതുകൊണ്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. സുയികെ ഇക്ഷ്യാവോയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാൻ ചെന്ന സമയത്ത് നിങ്ഫെയെ അവൻ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അവൾ അവനുമായി വഴക്കുണ്ടാക്കുന്നു. അവനെ കൊല്ലാതെ വിട്ടത് അവളെ ഓർത്ത് മാത്രമാണ് എന്ന് സുയികെ അപ്പോൾ പറയുന്നുണ്ട്. അതേപോലെ ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവനത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിലും അവർ തമ്മിൽ വഴക്കാവുന്നുണ്ട്. ഇക്ഷ്യാവോയെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ഫെയും ഷാജിങ്ഷിയോട് ഈ സമയം പറയുന്നുണ്ട്. മാരേജ് അലയൻസ് ഒന്നും നിങ്ഫെയ്ക്ക് ഒരു വിഷയമായിരുന്നില്ല. മാരേജ് അലയൻസ് നടന്നാലും ഇല്ലെങ്കിലും ഇക്ഷ്യാവോയെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റി മാത്രമാണ് അവൻ പറയുന്നത്. പക്ഷെ അങ്ങനെ എടുത്തിയാടി പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് വെയ്റാൻ പറയുന്നുണ്ട്. കാരണം ഷാജിങ്ഷി ഈ മാരേജ് അലയൻസിൽ നിന്ന് പിന്മാറിയാൽ അവൻ്റെ രാജ്യത്തെ രാജാവ് അവൻ്റെ മിലിറ്ററി പവർ തിരികെ എടുക്കും. അത് കാരണം പറ്റിയൊരു അവസരം നോക്കി പതിയെ ഇക്ഷ്യാവോയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നതാണ് നല്ലതെന്ന് വെയ്റാനും പറയുന്നു. ഷാജിങ്ഷിയും അത് തന്നെ അംഗീകരിക്കുന്നു. രാജാവിൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലും ഇത് അവതരിപ്പിക്കാൻ ഒരു അവസരമുണ്ടാക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഇക്ഷ്യാവോയെ രഹസ്യമായിട്ട് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണമെന്നും ഷാജിങ്ഷി പറയുന്നുണ്ട്. ഷാജിങ്ഷിയുടെ മനസ്സിൽ അത്ര പെട്ടെന്നൊന്നും കയറി പറ്റാൻ സാധിക്കില്ല എന്ന് പ്രിൻസസിന് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു. അവൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് അവൾ അതിൽ നോക്കി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് ഇക്ഷ്യാവോ പിന്നെയും സുയികയുമായി വഴക്കുണ്ടാക്കുന്നുണ്ട്. താൻ അവരെ മീറ്റ് ചെയ്ത് ഓർമ്മകൾ തിരികെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുയികയോട് സഹകരിക്കാൻ തയ്യാറാവാതെ അവർക്കൊപ്പം തിരികെ പോയാലോ എന്ന് പേടിച്ചിട്ടാണോ അവനിങ്ങനെ തന്നെ തടയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതല്ല കാര്യം, അവളെ അപകടപ്പെടുത്തിയത് ഷാജിങ്ഷിയോ വെയ്റാനോ നിങ്ഫെയോ ആവാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് അപകടത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് തടയാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സുയികെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇക്ഷ്യാവോയ്ക്ക് അതൊന്നും വിശ്വാസമാവുന്നില്ല. അങ്ങനെ പിണങ്ങി തന്നെയാണ് അവർ അന്നും പിരിയുന്നത്. സത്യത്തിൽ സുയികെ ഇത്രമാത്രം ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യുന്നതിനെ എതിർക്കാൻ കാരണം ഇക്ഷ്യാവോയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ടോക്കൺ സുയികെ കണ്ടെടുത്ത് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീഷുവിൽ നിന്ന് പിടികൂടിയ തടവുകാരിൽ ഒരാളെ ആ ടോക്കൺ കാണിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഷാജിങ്ഷിയുടെ കീഴിലുള്ള അണ്ടർ കവർ ഏജൻസിന് മാത്രമാണ് ആ ടോക്കൺ ഉള്ളതെന്നും ഷാജിങ്ഷിക്കും വെയ്റാനും മാത്രമാണ് അവരെ കമാൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് എന്നുമൊക്കെ സുയികെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാവുമ്പോൾ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഷാജിങ്ഷിയോ വെയ്റാനോ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് അവരെ മീറ്റ് ചെയ്യുന്നതിന് അവൻ ഇത്രയധികം എതിർപ്പ് പ്രകടിപ്പിച്ചത്. പ്രിൻസസിൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആ സെർവൻ്റ് ശരിക്കും രാജ്ഞിയുടെ സ്പൈ ആയിരുന്നു. പ്രിൻസസിൻ്റെ അടുത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ രാജ്ഞിയെ ചെന്ന് അറിയിക്കാറുണ്ട്. ഇപ്പോൾ പ്രിൻസസ് ഷാജിങ്ഷിയുമായിട്ട് മീറ്റ് ചെയ്തതും ഷാജിങ്ഷിയോട് മുമ്പ് മീറ്റ് ചെയ്തതിനെക്കുറിച്ച് പ്രിൻസസ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഈ സെർവൻ്റ് രാജ്ഞിയുടെ അടുത്തെത്തി അറിയിക്കുന്നുണ്ട്. അങ്ങനെ കണ്ട സമയത്ത് ഷാജിങ്ഷി ഇക്ഷ്യാവോയെ പറ്റി പറഞ്ഞതിനെ പറ്റിയും അവൾ പറയുന്നു. പിന്നെ ഇക്ഷ്യാവോയും ഷാജിങ്ഷിയും തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് മുമ്പ് താൻ കേട്ടിട്ടുള്ളതിനെ പറ്റിയും ഈ സെർവൻ്റ് രാജ്ഞിയോട് പറയുന്നുണ്ട്. ആ യുദ്ധത്തിന് മുമ്പ് അവർ തമ്മിൽ സീക്രട്ടായിട്ട് എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞിരുന്നതാണ്. അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു എന്നൊക്കെ ഈ സെർവൻ്റ് ആരിൽ നിന്നോ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെർവൻ്റ് പറഞ്ഞ രാജ്ഞി ഇതിനെ പറ്റിയൊക്കെ അറിയുന്നുണ്ട്. ഇങ്ങനെ ഷാജിങ്ഷി ഇക്ഷ്യാവോയെക്കുറിച്ച് പറഞ്ഞത് കാരണമായിരിക്കണം പ്രിൻസസ് കൊട്ടാരത്തിൽ തിരികെ എത്തിയ ശേഷം ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു എന്നൊക്കെ ആ സെർവൻ്റ് പറഞ്ഞപ്പോൾ രാജ്ഞിയുടെ പേടി മുഴുവൻ ഇനി ഈ കാര്യം കൊണ്ടെങ്ങാനും പ്രിൻസസ് വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ എന്നായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ പിന്മാറുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രിൻസസ് ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നതെന്നൊക്കെ സെർവൻ്റ് പറയുന്നുണ്ട്. എന്തായാലും രാജ്ഞി ഇതങ്ങനെ വിട്ടുകളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല.
ഇക്ഷിയാവോയുടെ ഇടത് കൈ ഇതുവരെ ശരിയായിട്ടില്ലാത്തതിനാൽ അവളിപ്പോൾ ആർച്ചറി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. എന്നിട്ടും ആ കൈ ഉപയോഗിച്ച് അവൾ അന്ന് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ ഒരു അമ്പ് തൊടുത്ത് വിടുന്നത്. പക്ഷെ അത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നതുമില്ല. അവിടെ അടുത്തിരുന്ന് സുയിക്ക് ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഷുഗി അങ്ങോട്ടേക്ക് വന്നിട്ട് ജീഷുവിൽ നിന്ന് വിവാഹ സമ്മാനമായി കൊടുത്തയച്ച ആ സാധനങ്ങളൊക്കെ അവിടെ എത്താറായിരിക്കുന്നു എന്ന് അറിയിക്കുന്നത്. 10-30 വണ്ടിയിലായിട്ടാണ് ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അതിന് എസ്കോർട്ട് വരുന്ന കുറേ ആളുകളുമുണ്ട്. പക്ഷേ ഇവരുടെ നീക്കങ്ങളിലൊന്നും ഒരു ആക്രമണത്തിനുള്ള രീതിയിലൊന്നും ഉള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഈ വിവാഹ അലയൻസ് അവർ ആത്മാർത്ഥമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇതുവരെ തോന്നുന്നത് എന്നൊക്കെ ഷുഗി അവനെ അറിയിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ കാര്യമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് സുഗി അവനെ പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇക്ഷിയാവോ വീണ്ടും ആർച്ചറി പ്രാക്ടീസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും സുഗി വേഗം അവളുടെ അടുത്തേക്ക് നിന്ന് അവളെ തടയുന്നു. അവളുടെ മുന്നിലിരിപ്പുണ്ടായിരുന്ന അമ്പെല്ലാം തട്ടി അവൻ താഴെ എറിയുകയും ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ തന്നെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നു. നിന്റെ കൈ ചെറുതായിട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴേ നീ ഇത്ര അധികം സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ശരിക്കും ആ കൈക്കൊട്ടും സ്വാധീനമില്ലാത്ത രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നു. പക്ഷെ തൻ്റെ കൈക്ക് ഈ സ്വാധീനമില്ലാത്തത് കൊണ്ടാണല്ലോ അവനിങ്ങനെ തന്നെ ഇവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൈ ശരിയാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഇക്ഷിയാവോ പറയുന്നുണ്ട്. ഷാജിൻഷിയെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ പ്രതിഷേധിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നു. നീ ഇത്ര കാര്യമായിട്ട് അവനെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവന് ഇതേ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവനിവിടെ വന്ന ഉടൻ തന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നേനെ. അവൻ അങ്ങനെ വരും എന്ന് തന്നെയായിരുന്നു ഞാൻ ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്നത്. അവൻ അങ്ങനെ വരുന്ന സമയത്ത് പ്രിൻസസിൻ്റെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ അവൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് നീ അത്ര പ്രധാനപ്പെട്ട ആളല്ല എന്ന് സുവിക പറയുന്നു. ഇതേപോലെ എൻ്റെ ഒരു ജനറൽ ആയിരുന്നു അവൻ്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ ചെന്ന ഉടനെ തന്നെ അവനെ മീറ്റ് ചെയ്യാനായി പോകുമായിരുന്നു. അവനിങ്ങനെ വരാതിരിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് അവൻ അത്രമാത്രം പ്രാധാന്യം നൽകുന്നുള്ളൂ എന്നാണ് എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനുള്ള നിൻ്റെ അടവല്ലേ ഇതെന്ന് ഇക്ഷിയാവോ ചോദിക്കുന്നുണ്ട്. അതിനുള്ള യോഗ്യതയൊന്നും ഷാജിൻഷിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബോയും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷുവേയി ഇപ്പോൾ ആ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പേഷ്യൻസിൻ്റെ. നിങ്ഫയെ ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് വേറാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. ഷുയേങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയൊന്നും നിങ്ഫയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ കൊണ്ടുവന്ന മരുന്നിനൊക്കെ അവൻ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് വേദന എടുക്കുന്ന രീതിയിലാണ് അവൾ മരുന്ന് പുരട്ടി ഡ്രസ്സ് ചെയ്തതൊക്കെ. അതിനുശേഷം പോകുന്നതിന് മുമ്പായിട്ട് വേറാൻ അവളോട് ഇക്ഷിയാവോയെ ഒന്ന് മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സുഗിയുടെ വീട്ടിൽ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കയറാനും ഇറങ്ങാനും ഒക്കെ പെർമിഷൻ ഉണ്ടെങ്കിലും അങ്ങനെ അവരെ തമ്മിൽ മീറ്റ് ചെയ്യിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ മാത്രം ശേഷിയൊന്നും തനിക്കില്ല എന്ന് ഷുയേങ് അവരോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിസിലൊന്ന് അവളുടെ കയ്യിൽ കൊടുക്കുമെന്ന് ചോദിച്ച് വേറാൻ ഒരു മുള കൊണ്ടുള്ള ചെറിയ വിസിൽ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. മുമ്പ് എന്ത് അപകടത്തിൽപ്പെട്ടാലും പരസ്പര സിഗ്നൽ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ് ആ വിസിൽ. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ഓർമ്മകളൊന്നും ഇക്ഷിയാവോയ്ക്കില്ല. എങ്കിലും അവൾ എന്തെങ്കിലും അപകടത്തിൽപ്പെടുമ്പോൾ ആ വിസിലൊന്ന് ഊതിയാൽ തങ്ങളെ കൊണ്ട് പറ്റാവുന്നതുപോലെ സഹായത്തിനെത്താൻ ശ്രമിക്കാമെന്ന് വേറാനും നിങ്ഫയും അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അത് അവളുടെ കയ്യിൽ എത്തിക്കാമെന്ന് ഷുയേങ് ഉറപ്പ് കൊടുക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ 3 കുട്ടികളും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവർക്ക് ഇവരെ നല്ല പരിചയമുണ്ടല്ലോ. ഇവരെ കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് വരുന്നു. തങ്ങൾ മാസ്റ്റർ കണ്ടുമുട്ടിയെന്നൊക്കെ അവർ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഇവരിത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ വന്നതിന് വേറാൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ഫൈ അവരെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. എന്തായാലും ഷുയേങ് അവർ നൽകിയ ആ വിസിൽ ഇക്ഷിയാവോയുടെ കയ്യിലെത്തിക്കുന്നുണ്ട്. ഷാജിൻഷിയെ മീറ്റ് ചെയ്തപ്പോൾ അവൾക്ക് ഇങ്ങനെ കുറേ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നത് കാരണം ചിലപ്പോൾ അവനെ നേരിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ ഓർമ്മകൾ തിരികെ കിട്ടിയേക്കും എന്ന് ഷുയേങ് പറയുന്നു. ഇക്ഷിയാവോയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ സുഗിയെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത കാരണം പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു പ്ലാൻ റെഡിയാക്കുന്നുണ്ട്. നിങ്ഫൈ വഴി ഷാജിൻഷിക്ക് മെസ്സേജ് അയച്ചിട്ട് അന്ന് തന്നെ ഷുയേങ്ങിൻ്റെ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അവൾ തീരുമാനിക്കുന്നു. മുൻവശത്തോട് വന്നു കഴിഞ്ഞാൽ സുഗിയുടെ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറകിലത്തെ ഡോർ വഴി എത്തണമെന്ന് ഷാജിൻഷിക്ക് പ്രത്യേക നിർദ്ദേശം നൽകണമെന്നൊക്കെ അവൾ ഷുയേങ്ങിനെ പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ നിങ്ഫൈ വഴി ഷാജിൻഷി ഈ മെസ്സേജ് അറിയുന്നുണ്ട്. അവർ 3 പേരും കൂടി ഇക്ഷിയാവോയെ മീറ്റ് ചെയ്യാനായി പുറപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് രാജ്ഞി പറഞ്ഞയച്ചിട്ട് കൊട്ടാരത്തിൽ രാജ്ഞി നടത്തുന്ന ഒരു വിരുന്നിൽ പങ്കെടുക്കാനായി ഷാജിൻഷിയെ ക്ഷണിക്കാനായി അവിടെ ആളെത്തിയത്. ഇന്നാണ് വിരുന്ന്, അതുകൊണ്ട് അവൻ അപ്പോൾ തന്നെ പോയേ പറ്റുകയുള്ളൂ. അങ്ങനെ ഇക്ഷിയാവോയെ മീറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാൻസൽ ചെയ്തിട്ട് അവന് ആ വന്ന ആളുടെ ഒപ്പം രാജ്ഞിയെ കാണാനായി പോവേണ്ടി വരുന്നു. നിങ്ഫൈ ഇതിനെ എതിർക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വേറാൻ അവനെ തടയുന്നു. ഇക്ഷിയാവോ കുട്ടികളെ കാണാനുള്ള രീതിയിൽ സുഗിയുടെ കണ്ണു വെട്ടിച്ച് ആ സമയത്ത് അവിടെ നിന്ന് ഷുയേങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളിങ്ങനെ പോകുന്നത് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അവിടെ ചെന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും ഷാജിൻഷി എത്തുന്നില്ലല്ലോ. പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അവൻ വരത്തില്ല എന്ന് ഷുയേങ് സംശയിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് ഇക്ഷിയാവോ പറയുന്നു. അങ്ങനെ അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പുറകിലത്തെ ഡോറിൽ ആരോ തട്ടുന്നത്. നിങ്ഫയൊക്കെ ആയിരിക്കുമെന്ന് കരുതി കുട്ടികളെല്ലാവരും കൂടി ബഹളം വെച്ചുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെന്ന് വാതിൽ തുറക്കുന്നു. പക്ഷെ അവിടെ നിൽപ്പുണ്ടായിരുന്നത് സുഗിയായിരുന്നു. അവനെ കണ്ട് ഷുയേങ് ആണ് ഏറ്റവും കൂടുതൽ ഷോക്കായത്. ഷാജിൻഷിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇക്ഷിയാവോ അവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു സുഗിയ വന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന്
അവൻ ഷുയെ ഇങ്ങനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളുടെ അച്ഛനെ ഓർത്ത് മാത്രം ഈ ഒരു തവണ അവളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. ഇനി ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ക്ഷമിക്കില്ല എന്നൊരു വാണിംഗ് അവൻ കൊടുക്കുന്നുണ്ട്. അവളല്ല, താനാണ് ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് തന്നോട് പ്രകടിപ്പിക്കാൻ പറഞ്ഞ ഇക്ഷിയാവോ ഷുയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഷുയെയും കുട്ടികളെയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇക്ഷിയാവോ ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഒക്കെ ഉണ്ടാക്കിയതാണല്ലോ. അതുകൊണ്ട് ഇനി ഇത്ര കഷ്ടപ്പെടേണ്ട, താൻ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, താൻ നിൽക്കുമ്പോൾ മാത്രമേ അവനുമായി സംസാരിക്കാൻ പാടുള്ളൂ എന്ന് സുയിഗി അവളോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ അവൻ സമ്മതിക്കുന്നുണ്ട്. രാജ്ഞി ശരിക്കും ഇഷിയാവോയുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷാജിങ്ഷി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ആദ്യം പക്ഷെ അതിനെപ്പറ്റി പറയാതെ ഷിയാങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പിന്നെ ഷിയാങ് അവിടുത്തെ ഒരു പ്രിൻസസ്സാണ്, സുയിഗയുടെ സ്വന്തം സഹോദരിയാണ്. അവർ രണ്ടുപേരും ഒരേ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ആർക്കും അവളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് അവൻ്റെ സൈന്യത്തിലെ ഫീമെയിൽ ജനറലായിട്ടുള്ള ഇക്ഷിയാവോയെ പറ്റി അവർ അന്വേഷിക്കുന്നത്. ഇക്ഷിയാവോയും അവനും തമ്മിൽ സാധാരണയിൽ കവിഞ്ഞ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. അവരുടെ ഉദ്ദേശം അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സൈന്യത്തിലെ എല്ലാ സോൾജിയേഴ്സും പരസ്പരം കെയർ ചെയ്യുന്നത് പോലെയുള്ള കെയറിങ് മാത്രമേ തങ്ങൾക്കിടയിലുള്ളൂ. അതിനപ്പുറം തങ്ങൾക്ക് ഇടയിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഷാജിങ്ഷി അവരോട് പറയുന്നത്. ഇവനിങ്ങനെ രാജ്ഞിയെ കാണാൻ പോയത് കാരണം ഇക്ഷിയാവോയും സുയിഗയും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവൻ എത്താതെ ആയപ്പോൾ അവൻ വരാതിരിക്കുന്നതിന് വേണ്ടി സുയിഗ എന്തോ ചെയ്തത് കാരണമാണ് അവൻ എത്താത്തതെന്ന് പറഞ്ഞ് ഇക്ഷിയാവോ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇടയ്ക്കൂടെ ഓരോ പണികളൊക്കെ ചെയ്യുന്നത് കാരണം അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനോട് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ തൻ്റെ കാര്യത്തിൽ നന്നായി കെയർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ തന്നോട് അവൻ ശരിക്കും ആത്മാർത്ഥത കാണിക്കുന്നുവെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു എന്നൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞ് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി അവനോട് വഴക്കുണ്ടാക്കിയിട്ട് താൻ തനിച്ച് ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലും തന്നെ എതിർത്താൽ താൻ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ഷിയാവോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സുയിഗയ്ക്ക് അവളെ പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല. ഷുഗയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരും അവളെ തടയാൻ അവൾ നിന്ന് കൊടുക്കുന്നില്ല. അങ്ങനെ തനിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സുയിഗയ്ക്ക് ഇത് നല്ല വിഷമം ഉണ്ടാക്കുന്നു. എന്തായാലും അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവൻ ഫുയുവിനെ പിന്നാലെ അയക്കുന്നുണ്ട്. അവൾ അവിടെയുള്ളൊരു സത്രത്തിൽ ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ഫെയും വീറാനും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. നിങ്ഫെ ഇവളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുന്നു. അവൻ നല്ല ആത്മാർത്ഥമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. അവൻ പറഞ്ഞതിൽ നിന്ന് ഷാജിങ്ഷി കൊട്ടാരത്തിലേക്ക് പോയതുകൊണ്ടാണ് തന്നെ മീറ്റ് ചെയ്യാനായി വരാൻ പറ്റാതിരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പിന്നെ അവൾക്ക് ഇവരുടെ പേരും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇവിടെ സുയിഗ അവളെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തങ്ങളോട് പറഞ്ഞാൽ മതി, അവനെ ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ നിങ്ഫെ അവളോട് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഷാജിങ്ഷിയും തിരികെ എത്തുന്നു. അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അമ്പും വില്ലുമൊക്കെ താൻ കൊണ്ടുവന്നിരുന്നത് ഷാജിങ്ഷി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ ഒരുപാട് ഇഷ്ടത്തോടെ കൊണ്ടു നടന്നിരുന്ന മൂൺ ബോയ് ആയിരുന്നു അത്. പക്ഷെ അത് കണ്ടിട്ടും അവൾക്ക് പ്രത്യേകിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവൾ എന്താണ് ജീവനോടെ ഉണ്ടായിട്ടും തങ്ങളെ അന്വേഷിച്ച് വരാതിരുന്നതെന്നൊക്കെ ഷാജിങ്ഷി അവൾ ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ അവളോട് ചോദിക്കുന്നു. തനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ട കാര്യം അവൾ പറഞ്ഞപ്പോൾ അവൾക്ക് ഒന്നും ഓർമ്മയില്ലേ, തങ്ങളെ ആരെയും ഓർമ്മയില്ലേ, തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ഓർമ്മയില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. സുയിഗയെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും പിന്നെ കുട്ടികളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളും മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ, അല്ലാതെ ഒന്നും ഓർമ്മയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. നമുക്കിടയിൽ ഉണ്ടായതിനെ പറ്റി വല്ലതും നിനക്ക് ഓർമ്മയുണ്ടോ, നമുക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമോ എന്നൊക്കെ സുയിഗ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റിയും അറിയില്ല എന്ന് അവൾ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.